കേരളത്തിനൊരു പ്രത്യേകത ഉള്ളത് ഇന്ത്യയിൽ ആദ്യത്തെ സോപ്പ് നിർമ്മിച്ചത് കേരളത്തിൽ നിന്നുള്ളതാണ്. അത് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്, ഡാറ്റയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ സോപ്പ് ഉൽപ്പാദിപ്പിച്ചത് അത് കേരളത്തിലായിരുന്നു, അത് കോഴിക്കോടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ലെഗസി സോപ്പിൽ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ലെഗസിയുള്ള കേരളത്തിൽ ഇതുപോലൊരു ഉൽപ്പന്നം വലിയ മൾട്ടിനാഷണൽ കമ്പനികളെ പോലും ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഇത് ബ്രാൻഡ് ആവുകയും ആളുകൾ നെഞ്ചോട് ചേർക്കുകയും ചെയ്ത ഒരു ഉൽപ്പന്നത്തിന്റെ 2014 ഈ ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ഈ 11 വർഷം നമ്മുടെ ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഇന്ന് എത്തി നിൽക്കുന്നത്, നമ്മൾ കേവലം 5000-6000 സോപ്പുകൾ വിറ്റെടുത്തെന്നും 50 ലക്ഷം സോപ്പ് നമ്മൾ ഒരു മാസം സെയിൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു വന്നു എന്നുള്ളതാണ്. അപ്പൊ പബ്ലിക് ജനങ്ങൾ, ഇതിന്റെ കൺസ്യൂമേഴ്സ് ഇതിനെ അഡാപ്റ്റ് ചെയ്ത രീതി കൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഒരു മാത്തമാറ്റിക്സ്, നമ്മളൊരു അരിത്തമാറ്റിക്കൽ രീതിയിൽ ഇതിനെ എടുക്കുകയാണെങ്കിൽ ഒരു മാസം നമ്മൾ 50 ലക്ഷം സോപ്പ് വിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ 1.5 കോടി മുതൽ 1.5 കോടിയിലധികമുള്ള ജനങ്ങളിൽ രാവിലെയും വൈകുന്നേരം കുളിയെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 1 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 1 കോടി കുളികൾ ക്യൂട്ടിയിലൂടെ ഈ കേരളത്തിൽ നടക്കും.